ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പിക് വിത്ത് അനു. ഇന്ന് നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ് ഞാൻ പറയാൻ വരുന്നത്. എനിക്കറിയാം, ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 7 months ആയി. വേദുവിന് 7 മാസം കംപ്ലീറ്റ് ആയി. പക്ഷേ ഈ ഒരു ഞാൻ 4ാമത്തെ മാസം മുതൽ എടുക്കണം എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നത്. പിന്നെ ലേറ്റ് ആയാലും എനിക്കിത് എടുക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഇറ്റ്സ് ലൈക്ക് എ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ റെക്കോർഡല്ലേ. എപ്പോഴെങ്കിലും നമ്മൾ പിന്നീട് കാണുമ്പോൾ നല്ല രസം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് എന്തായാലും ഇതെടുത്ത് വെക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇത്ര ലേറ്റ് ആയിട്ടാണെങ്കിൽ കുഴപ്പമില്ല ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ആ ഒരു ഡെലിവറി ടൈമിൽ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെ വെറുതെ ആവില്ലേ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ജനുവരി 29th എൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നത്. വേദു 3:35 ജനിച്ചത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു 9 months, അതായത് തുടക്കം മുതലേ സ്കാനൊക്കെ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞ ഡേറ്റ് എന്ന് പറയുന്നത് February 6 അല്ലെങ്കിൽ February 9 ആയിരുന്നു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പോഴേ ഞാനിങ്ങനെ ശ്രീയോട് പറയാറുണ്ട്, മിക്കവാറും ജനുവരി ലാസ്റ്റ് ആയിരിക്കും, നമുക്കതിന് ഉള്ളിലൊരിതുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനുവരി ലാസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക എന്നൊക്കെ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഒരു പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ടൈമിൽ കുട്ടിക്ക് അനക്കം ഉണ്ടായിരുന്നില്ല. ഒരു ലാസ്റ്റ് തൊട്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് മൂവ്മെൻറ്റ്സ് അധികമായിരിക്കുമല്ലോ. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അനക്കം ഇല്ല എന്നുള്ള ഒരു 2 ദിവസത്തേക്ക് അങ്ങനെ അനക്കമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ നമ്മളൊന്ന് ടെൻഷൻ അടിച്ചു. അങ്ങനെ നമ്മുടെ ഡോക്ടറെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ അനക്കമില്ല, അതുകൊണ്ടാണ് വന്നേന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു ചെക്ക് ചെയ്യുന്നൊരു മെഷീൻ ഉണ്ട്, ഒരു ബെൽറ്റ് തൊട്ട്. അപ്പോൾ ആ ബെൽറ്റിലിട്ട് കഴിഞ്ഞാൽ ബേബീൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ ഇങ്ങനെ ഒരു ഗ്രാഫിൽ ഇങ്ങനെ വരച്ച് കാണിക്കും. അങ്ങനെ ബേബീൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ വരച്ച് കാണിച്ച് നമ്മുടെ അടുത്ത് ഒരു മെഷീൻ തരും, ഒരു പെന്ന് പോലത്തെ. നമുക്ക് എപ്പോഴാണോ കിക്ക് ചെയ്യുന്നത് തോന്നുന്നത് അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് ബേബി അങ്ങനെ കിക്ക് ചെയ്തെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് ടെൻഷനായിരുന്നു, അഥവാ ഇനി അവിടെ അഡ്മിറ്റ് ആവാൻ പറയുമോ. അപ്പോൾ എന്നൊക്കെയുള്ള ടെൻഷൻ കാരണം ഞാൻ പറ്റുന്നു അല്ലെങ്കിൽ വെറുതെയൊക്കെ കിക്ക് ചെയ്ത് അങ്ങനെ ഒരു 9 kicks വന്നു, എത്രയോ മിനിറ്റിൽ അങ്ങനെ എന്തോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈ ഡോക്ടർ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് ആ ദിവസം മൊത്തം ഒന്ന് മോണിറ്റർ ചെയ്യാം, ബേബിയുടെ മൂവ്മെൻറ്റും ഹാർട്ട് ബീറ്റൊക്കെ മോണിറ്റർ ചെയ്യാം. ആസ് ഓഫ് നൗ നോക്കിയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊക്കെ കുഴപ്പമില്ല, എന്നാൽ പിന്നെ അഡ്മിറ്റ് ഒന്നും ചെയ്യേണ്ട, പോവാന്നുള്ള രീതിയിൽ വീട്ടിലേക്ക് വന്നു. എനിക്ക് എപ്പോഴായിരുന്നു 9ാം മാസം സ്റ്റാർട്ടിങ്ങോ 8ാം മാസം അങ്ങനെ എന്തോ ആയിരുന്നു ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ പ്രശ്നം വന്നത്. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞു. എപ്പോഴും ആക്റ്റീവ് ആവണമെന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ. ഫസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക ക്വസ്റ്റ്യൻസും ടെൻഷനും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ റീസെൻ്റ്ലി ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഫ്രണ്ട്സിനോടൊക്കെ ഓരോ കാര്യങ്ങളും ചോദിച്ചിട്ടാണ് ഞാനും പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ വന്നൊരു പ്രശ്നം വെച്ചാൽ ബേബി ആദ്യം മുതലേ തല താഴെ ആയിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രശ്നം കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റോട്ട് നമ്മൾ സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ഒരു ലൂപ്പ് കഴുത്തിലുണ്ട് എന്ന് പറഞ്ഞു. അതായത് പൊക്കിൾക്കൊടി കഴുത്തിന് ചുറ്റിയിട്ടുണ്ട്, ഒരു ലൂപ്പായിട്ടാണ് ഉള്ളത്. അത് വലിയ പ്രശ്നമല്ല, ചിലപ്പോൾ നീ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കിടക്കുമ്പോൾ അത് ഓക്കെ ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും വലിയൊരു ടെൻഷനായിട്ടുണ്ടായില്ല. കാരണം പൊതുവെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അവർക്ക് എല്ലാവർക്കും ബേബിക്ക് ഒരു ലൂപ്പ് ഉണ്ടായിരുന്നു, അത് പ്രശ്നമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്നാൽ ചിലപ്പോൾ ആ ലൂപ്പ് മാറാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് വേദു വെയിറ്റ് അധികമായിരുന്നു. അപ്പോൾ February 6 അല്ലെങ്കിൽ 9 വരെ നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വേദു ഓൾറെഡി 3 kiloൻ്റെ മുകളിലേക്ക് പോയി. അപ്പോൾ എനിക്കൊന്ന് ലാസ്റ്റ് ഔട്ട് ആകുമ്പോഴത്തേക്കും വീക്കിലി മീൻസ് വെയിറ്റ് കൂടി വരും, വളരെ പെട്ടെന്ന് കൂടി വരും. അപ്പോൾ നമുക്ക് February 6, 9 വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി കുറച്ച് റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത്രത്തോളം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ നമുക്ക് ജനുവരി ലാസ്റ്റോട്ട് നോക്കാം, നീ എന്തായാലും ജനുവരിയിൽ PV ചെയ്തിട്ട് നമുക്കൊരു ഡേറ്റ് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ PV ചെയ്യാൻ പോകുന്നത്. പ്രീ വെജൈനൽ ടെസ്റ്റ് അങ്ങനെ എന്തോ ആണ് PVയുടേത്. ജസ്റ്റ് ഇങ്ങനെ ഫിംഗർ ഇട്ടിട്ട് നോക്കും നമുക്ക് എന്തെങ്കിലും ഡേറ്റ് ആയോ എങ്ങനെയാണെന്നത് ഡോക്ടേഴ്സിന് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പം അങ്ങനെ ഒരു ഡേറ്റ് നമുക്ക് തന്നു.
അപ്പോൾ അന്ന് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരുപാട് വീഡിയോസ് ഉണ്ട്, എല്ലാം ഞാൻ ആഡ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഈ PV ചെയ്ത അന്ന് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ, PV ചെയ്തതിന് ശേഷമുള്ള വീഡിയോയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഹലോ ഗായ്സ്, ഇന്ന് ജനുവരി 21, എൻ്റെ 9 മാസം റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്യൂ ഡേറ്റ് പറഞ്ഞത് ഫെബ്രുവരി 9 അങ്ങോട്ടാണ്. പക്ഷേ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഫെബ്രുവരി 9 വരെയൊന്നും ആവില്ല, ജനുവരി ലാസ്റ്റ് തന്നെ മിക്കവാറും ഡെലിവറി ഉണ്ടാവുമെന്ന്. ജനുവരി 21 പോയിട്ട് PV ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ PV ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിരി ഉണ്ടെങ്കിൽ നല്ല ടെൻഷനുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് പോയിട്ട് ഡേറ്റ് പറയും, ചിലപ്പോൾ ഡേറ്റ് പറയും, ഇല്ലെങ്കിൽ ഇന്ന് ചിലപ്പോൾ അഡ്മിറ്റ് ആക്കാൻ പറയും, അല്ലെങ്കിൽ 26-നോ 27-നോ അങ്ങനത്തായിരിക്കും പറയാം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴാണ് പറയുക എന്തൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്തു. പക്ഷേ ഇന്ന് പാക്ക് ചെയ്ത കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഇവിടുന്ന് അത്രയും അടുത്താണ് ഹോസ്പിറ്റൽ, അപ്പോൾ വേഗം പോയി എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഞാനിപ്പം PV ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. PV ഒക്കെ ചെയ്ത് അതിൻ്റെ വിശേഷങ്ങൾ പിന്നെ പറയാം. അങ്ങനെ സംഭവബഹുലമായ PV കഴിഞ്ഞു. PV ഞാൻ എല്ലാ ഫ്രണ്ട്സിനോടും ചോദിച്ചു വേദന എടുക്കുമോ, എങ്ങനെ ഉണ്ടാവുക ഒക്കെ. പക്ഷെ PV ഈസ് ലൈക്ക് നമുക്ക് ഇറിറ്റേഷൻ വരും എന്തായാലും. വിരലിടുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേഷൻ. ഞാനിങ്ങനെ ബോഡി ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഡോക്ടറിനോട് അത് റിലാക്സ് ആവും, ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യില്ലേ എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളത് എന്താ പറയുക, ഒരു റിഫ്ലെക്സ് പോലെ നമുക്ക് അങ്ങനെ സംഭവിക്കും, എന്തായാലും അങ്ങനെ ചെയ്യും. അപ്പം തന്നെ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു ഇവളെന്തായാലും ഡെലിവറി കുറച്ച് കോംപ്ലിക്കേഷൻ ആക്കും, ഇവള് പ്രസവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ PV കഴിഞ്ഞു. ജനുവരി 27 വന്നിട്ട് നമ്മളോട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. ജനുവരി 27 അഡ്മിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓൾറെഡി നമ്മൾ ബാഗൊക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചു. എപ്പോഴാണ് ലാസ്റ്റ് തൊട്ട് 9-ാം മാസം ആയല്ലോ, എപ്പോഴാണ് പോകേണ്ടി വരിക എന്നറിയാത്തതുകൊണ്ട് ബാഗൊക്കെ മുമ്പേ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനുവരി 27 പറഞ്ഞു. അപ്പോൾ 27 ആണെങ്കിൽ നമ്മൾ അഥവാ 28-നാണ് ഡെലിവറി ആവുന്നതെങ്കിൽ, എന്തോ 28-ന് നക്ഷത്രം എന്തോ ശരിയില്ല എന്നൊക്കെ അമ്മമ്മയുടെ ഒക്കെ ഒരിതിൽ അത് വേണ്ട, 28-ന് വേണ്ട എന്നുള്ളൊരിത് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡോക്ടർ നേരിട്ട് പോയി കണ്ടു. നമ്മളത് 27-ന് വരാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ 28-ന് വരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഡോക്ടറിന് ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, നിങ്ങൾ താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ജനുവരി 28-നാണ് നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നത്. ഹായ് ഗായ്സ്, അന്ന് ജനുവരി 21-ന് PV ചെയ്യാൻ വേണ്ടി പോയതാണ്. ഒരു സംഭവബഹുലമായ PV ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഡോക്ടർ ഇന്ന് ജനുവരി 28 ഞങ്ങളോട് അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാഗൊക്കെ ഫുൾ പാക്ക് ചെയ്ത് ഞങ്ങൾ പോവാണ് ഹോസ്പിറ്റലിലേക്ക്. മിക്കവാറും നാളെ ഡെലിവറി ഉണ്ടാകും പ്രതീക്ഷിക്കുന്നു, ജനുവരി 29. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജനുവരി 29-നാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് എടുത്തിട്ട് 1 വർഷമാവാണ്. ശരിക്കും ഒരു കോയിൻസിഡൻ്റ് ആയിട്ട് തന്നെ അത് സംഭവിച്ചു. ലാസ്റ്റ് ഇയർ ജനുവരി 29 2024 യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജനുവരി 29 2025-ന് ബേബി വരും. അങ്ങനത്തെ ഒരു ഇതും കൂടെ അതിലുണ്ട്. അപ്പം പോയിട്ട് പറ്റുന്ന പോലെ ഡെലിവറി വ്ളോഗ് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം. എന്തായാലും പോയിട്ട് വരാം. ബേബി ബമ്പ് എന്തായാലും മിസ് ചെയ്യും, ഇന്നും കൂടെ ഉണ്ടാവുള്ളൂ. അപ്പം ഡെലിവറി വ്ളോഗ്സൊക്കെ പിന്നെ കാണാം. അപ്പോൾ രാവിലെ ഞാനും ശ്രീയുടെ അമ്മയും കൂടി എല്ലാവരും കൂടെ പോവാണ്. ജനുവരി 28 മോർണിംഗ് എത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എത്തിയിട്ട് നേരെ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത് ലേബർ റൂമിലേക്ക് ഇട്ടുള്ളൂ എന്നാണ്. അപ്പോൾ ഭയങ്കര ടെൻഷനാണ്, ലേബർ റൂമെന്ന് കേൾക്കുമ്പോഴേ ടെൻഷനാണ്. അങ്ങനെ നേരെ ലേബർ റൂമിലേക്ക് പോയിക്കോന്ന് പറഞ്ഞു. ലേബർ റൂമിലേക്ക് പോയി കുറച്ച് നേരം ബേബിയുടെ ഞാൻ പറഞ്ഞല്ലോ ഒരു ബെൽറ്റ് ഇട്ടിട്ട് ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ അവരൊന്ന് മോണിറ്റർ ചെയ്തു. അതിനുശേഷം മെയിൻ ആയിട്ടുള്ള ലേബർ റൂമിലേക്ക് പോയി. ഡോക്ടർ വന്നു, കുറച്ച് നേരം അവിടെ കിടക്കാൻ പറഞ്ഞു. അയ്യോ എനിക്ക് ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ എന്താവുന്നു. ഓക്കെ, അവിടെ കിടക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെയുള്ള നേഴ്സിനോട് ഞാൻ വെറുതെ എന്നെ തന്നെ കൂളാക്കാൻ വേണ്ടി ഞാനിങ്ങനെ അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേഴ്സിൻ്റെ പേരെന്താ, നേഴ്സിൻ്റെ വീട് എവിടെയാന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ വന്നിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ട്യൂബ് ഇടണം, ഒരു കത്തീഡ്രൽ എന്നാണ് പറയുക. മെഡിക്കൽ സ്റ്റുഡൻസും ഡോക്ടേഴ്സ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്കിൻ്റെ സയൻറ്റിഫിക് നെയിമൊന്നും അത്ര അറിയുന്ന അറിവിൽ പറയുന്നതാണ്. അപ്പോൾ കത്തീഡ്രൽ ഇടണം എന്നുള്ള രീതിയിൽ അവിടെ കിടക്കാൻ പറഞ്ഞു. ഓക്കെ,
അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. എനിക്കിതൊന്നും എന്താ പറയുക, ഞാൻ അത്ര ഓക്കേ അല്ല ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റിൽ നമ്മളെന്തായാലും ആ ഒരു ഫേസിലൂടെ പോകുമ്പോൾ ഇതൊക്കെ നേരിട്ടേ പറ്റും. അങ്ങനെ അവർ കത്തീഡ്രൽ ഇടാൻ വേണ്ടിയിട്ട് നോക്കി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കുറച്ച് നല്ല പ്രശ്നം ഉണ്ടാക്കി. പക്ഷേ കത്തീഡ്രൽ ഇട്ടു. കത്തീഡ്രൽ എന്ന് പറയുമ്പോൾ എന്തോ ഒരു ബലൂൺ പോലത്തെ എന്തോ ആണ്. അത് നമ്മുടെ വജൈനയുടെ ഉള്ളിൽ കയറ്റി കഴിഞ്ഞാൽ ഒരു ട്യൂബ് ഉണ്ടാവും. അതിൻ്റെ അടിയിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഗ്ലൗസ് ഇങ്ങനത്തെ ഒരു ഫോമിൽ ഗ്ലൗസ്, അത് ട്യൂബ് ഇങ്ങനെ വരും. ഈ ഒരു ഗ്ലൗസ് ഇങ്ങനെ നമ്മുടെ കാലിൻ്റെ ഇടയിൽ തുടയേണ്ട ആ ഒരു ഭാഗത്തായിട്ടായിരിക്കും ഒരു ഫ്രീ ഫോമിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ കത്തീഡ്രൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര പെയിൻ വരാൻ തുടങ്ങി. പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെൻസസ് പെയിൻ പോലെ, അതായത് നമ്മളിങ്ങനെ ഭയങ്കര ക്ഷീണം പിടിക്കുന്ന ഒരു പെയിൻ പോലെ. അതുവരെ ഞാൻ തുള്ളിച്ചാടിക്കൊണ്ട് പോയ ഞാൻ ഇത് കഴിഞ്ഞത് എനിക്ക് പിന്നെ ഒന്നും പറ്റുന്നില്ല, ഭയങ്കര പെയിൻ. അപ്പോൾ തന്നെ റൂമിലേക്ക് പോവാം. ഇത് ചിലപ്പോൾ വീഴും, അതായത് തനിത്താനെ താഴേക്ക് വീഴുമ്പോൾ വിളിക്കണം, അല്ലെങ്കിൽ കുഴപ്പമില്ല, എന്തും ചെയ്യാം, നടക്കാം, ഇരിക്കാം, കിടക്കാം, കുളിക്കാം, എന്താണെങ്കിലും ചെയ്യാം, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ പെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഭയങ്കര മെൻസസ് പെയിൻ വരാൻ തുടങ്ങി. ഞാൻ അത് പുറത്തിറങ്ങിയപാട് തന്നെ വീൽ ചെയർ സർവീസ്, എൻ്റെ ഡെലിവറി കഴിഞ്ഞ ധനലക്ഷ്മി ഹോസ്പിറ്റൽ കണ്ണൂരിൽ നിന്നാണ്. വീൽ ചെയർ സർവീസിൻ്റെ ചേട്ടന്മാരോട് ഒരുപാട് നന്ദി. കാരണം എന്ത് സർവീസിനും അവർ വീൽ ചെയർ റൂമിലെത്തിക്കും, നമ്മൾ നഴ്സിനടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നല്ല സർവീസായിരുന്നു. എല്ലാ സർവീസും അടിപൊളിയായിരുന്നു. ഇതും നല്ല എന്താ പറയുക, അങ്ങനെ ചെയ്തത് വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക എന്നൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ വിളിച്ച് ഏത് പാതിരാത്രി ആണെങ്കിലും അവരുണ്ടോ, പെട്ടെന്ന് തന്നെ വരും. അങ്ങനെ വീൽ ചെയറിൽ നേരെ റൂമിലോട്ട് പോവാണ്. വീൽ ചെയറിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നം. എനിക്കാണെങ്കിൽ ഇങ്ങനെ കരച്ചിൽ, എനിക്ക് വേദന എടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല, കണ്ണുനിൽക്കാൻ വെള്ളം വരുന്ന, ഇങ്ങനെ ക്ഷീണമാവുന്നു, ഞാനിങ്ങനെ കുഴഞ്ഞു പോവാം. അപ്പോൾ ലിഫ്റ്റിൽ വേറെ ആൾക്കാരുണ്ട്, ഞാൻ അവരൊന്നും നോക്കുകയാണെങ്കിൽ, കാരണം ഞാനിങ്ങനെ പൊതുവേ ഞാൻ കരയുന്നത് വേറൊരാളെ കാണിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തവരാണ്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവർ കാണാൻ പാടില്ല വെച്ചാൽ ഇങ്ങനെയൊക്കെ ഇരുന്ന് കരഞ്ഞ് റൂമിലെത്തിയപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി. മെൻസസ് പെയിന് നല്ലോണം പെയിനാണ്. ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തം ഈ പെയിൻ ഉണ്ടാവുമോ എന്നൊക്കെയുള്ളൊരു മൈൻഡിലാണ് ഞാൻ ഉണ്ടായത്. അങ്ങനെ നല്ല പെയിനായി. പിന്നെ ഡ്യൂറേഷൻ കുറച്ച് നേരം ഉണ്ടാവില്ല, പിന്നെ വരും, കുറച്ച് നേരം ഉണ്ടാവില്ല, പിന്നെ വരും. അങ്ങനെ ഇതായി. അപ്പോഴത്തേക്കും എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഹോസ്പിറ്റലിലേക്ക് വന്നു. അങ്ങനെ പിന്നെ പോകെ പെയിൻ കുറഞ്ഞു, പിന്നെ ഒട്ടുമില്ലാണ്ടായി. പിന്നെ ഈ ഒരു സാധനം ബുദ്ധിമുട്ടേ ഇല്ല, കുഴപ്പമില്ല, ആ ഒരു രീതിയിലായി. വിക്ടറി കാണിക്ക് കണ്ടിട്ടില്ല. ഉച്ചക്ക് ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ വായിലൊക്കെ വെച്ചത്, എനിക്കൊന്നും വേണമെന്നേ ഇല്ല. ഈ ഒരു ടൈം ആയപ്പോൾ തന്നെ ഞാൻ ഏകദേശം ചത്തു എന്നുള്ളൊരവസ്ഥയായി. പിന്നെ ഫുൾ നിറവയറെന്നൊക്കെ പറയില്ല, അങ്ങനെ ഫുൾ വയറിലാണ് നമ്മൾ നിൽക്കുന്നത്. നടക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി, നടുവേദന എടുക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേഴ്സൊക്കെ വന്നിട്ട് പറഞ്ഞു കുളിച്ചോ, പ്രശ്നമില്ല, ടോയ്ലറ്റിൽ പോവാം, അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുളിക്കാൻ തീരുമാനിച്ചു. രാവിലെ കുളിച്ചിട്ടാണ് പോയത്, എന്നാലും ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കിടന്നല്ലേ എന്ന രീതിയിൽ ഞാൻ കുളിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ഒരു ഗ്ലൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടിപ്പിൽ, ആ ഫിംഗർ ടിപ്പിൽ കുറച്ച് ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ട്. എന്തായാലും നമ്മൾ ആ ഒരു ട്യൂബ് കയറ്റിയപ്പോൾ കുറച്ച് ബ്ലഡ് വന്നിട്ടുണ്ടാകാം, അതിൽ ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുളിച്ചതിന് ശേഷം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലൗസിൽ ഫുൾ ഞാൻ നോക്കുമ്പോൾ ആ വിരൽ മൊത്തം ചോര, അതായത് ആ ഉള്ള ബ്ലഡ് സ്റ്റെയിനിലേക്ക് വെള്ളം ആഡായതാണ് ഞാൻ കുളിച്ച സമയത്ത്. അത് ഞാൻ ആലോചിച്ചില്ല അങ്ങനെ ആകുന്നുള്ളത്. പിന്നെ അത് കണ്ടപ്പോഴത്തേക്ക് നല്ല ടെൻഷൻ, ഇത്രയും ബ്ലഡ് വന്നോ എന്നൊക്കെയുള്ള ടെൻഷനായി. അങ്ങനെ നേഴ്സിൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇതിൽ കുറേ ബ്ലഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നേഴ്സ് പറഞ്ഞു ഇല്ല, നീ കുളിച്ചപ്പോൾ വെള്ളം കയറിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ്, പ്രശ്നമൊന്നുമില്ല, ഗ്ലൗസ് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ പോയിക്കോളും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതും അവിടെ ഒരു ടെൻഷൻ ഉണ്ടായി. അങ്ങനെ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോഴും നേഴ്സ് പറഞ്ഞു അഥവാ ഇത് താഴെ നടക്കുന്നോ കുഴപ്പമൊന്നുമില്ല, താഴെ വീണിച്ചിട്ടുണ്ടെങ്കിൽ വിളിക്കണം, എപ്പോഴാണെങ്കിലും വിളിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ വീണില്ല. അന്ന് രാത്രി ഫുൾ കിടന്നു, ബാത്റൂമിൽ പോയി കുളിച്ചു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അത് വീണിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഒരു 6
6 o'clock ആകുമ്പോഴത്തേക്ക് റെഡി ആയിട്ടിരിക്കാൻ പറഞ്ഞു. 6 o'clock ആകുമ്പോൾ എന്തെങ്കിലും ലൈറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞു. അയ്യോ ഓക്കെ, എനിക്കിപ്പോഴും ഇത് പറയുമ്പോൾ ഭയങ്കര ഗൂസ്പംസ് ആണോ ടെൻഷനാണോ, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച എൻ്റെ ഡെലിവറി ഉണ്ടോ, അങ്ങനെയൊക്കെ ഒരു തോട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു രാവിലെ 5:30 എണീച്ചു. ഞാനൊരു ഫുൾ ഓപ്പൺ മാക്സി ഇട്ടു. ഫുൾ ഓപ്പൺ മാക്സി ഇട്ടിട്ട് ശ്രീ അപ്പോഴത്തേക്കും കോഫിയല്ല ഹോർലിക്സും കുറച്ച് സ്നാക്സും അങ്ങനത്തെ ഒക്കെ കൊണ്ടുവന്നു. ഞാൻ കഴിച്ച് മുടിയൊക്കെ കെട്ടി മോയ്സ്ചറൈസറും ലിപ്സ്റ്റിക്കും കൺമഷിയും പൊട്ടും സിമ്പിൾ മേക്കപ്പ് അതൊക്കെ ചെയ്ത് ഞാൻ റെഡി ആയിട്ടിരുന്നു. അപ്പോഴത്തന്നെ വീൽ ചെയർ വന്നു. നേരെ അങ്ങോട്ടേക്ക് പോവാണ്, നമ്മളെ എന്താ പറയുക ലേബർ റൂമിലോട്ട് പോവാണ്. അങ്ങനെ ഒരു 6:15 ആയപ്പോൾ 6 ആയപ്പോൾ ലേബർ റൂമിലെത്തി. ലേബർ റൂമിലെത്തിയിട്ട് അപ്പോൾ അവിടുത്തെ ഷിഫ്റ്റിൽ ഡോക്ടേഴ്സ് വേറെയാണ്, എൻ്റെ ഡോക്ടർ വേറെയാണ് അത്രേ. ബീന ഡോക്ടറായിരുന്നു എൻ്റെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് ആദ്യം ചെയ്തത് എനിക്കിപ്പോൾ കുറേ കാര്യങ്ങൾ ഓർമ്മയില്ല, എന്നാലും എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയാം. ആദ്യം ചെയ്ത് എനിമേ ചെയ്തു. എനിമേ അങ്ങനെ എന്തോ, അതായത് വയറ് വാഷ് ചെയ്യാം. ആദ്യം അത് ചെയ്തപ്പോൾ തന്നെ ഞാൻ കഴിച്ചതെല്ലാം പുറത്തോട്ട് പോയി. ടോയ്ലറ്റ് പോകാൻ തോന്നുന്നു നമുക്ക്. എന്തായാലും ടോയ്ലറ്റിൽ പോയി അവിടെ നിന്ന് തന്നെ ഛർദ്ദിച്ചു. ഫുൾ കഴിച്ച ഹോർലിക്സും എല്ലാം പോയി. ഭയങ്കര മെൻസസ് പെയിൻ വരാൻ തുടങ്ങി. മെൻസസ് ടൈം നമുക്ക് എന്താണോ പെയിൻ ഉണ്ടാവുക അതേ പെയിൻ വരാൻ തുടങ്ങി. ആ ടോയ്ലറ്റ് ഞാൻ ഭയങ്കര ഒരു ക്ഷീണമായി എനിക്ക് ഫുൾ. പിന്നെ അവിടുത്തെ ഡോറ് ക്ലോസ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അപ്പോൾ നേഴ്സ് പുറത്ത് വന്നിട്ട് അനുശ്രീ പ്രഷർ ചെയ്യില്ലേ എന്ന് പറഞ്ഞു. കാരണം ഓൾമോസ്റ്റ് ടൈം ആയല്ലോ, അതുകൊണ്ട് എനിക്ക് പറഞ്ഞു ഈ പ്രഷർ ചെയ്യരുത്, കുറേ നേരം ഇരിക്കരുത്, പെട്ടെന്ന് വരണം എന്നത്. അപ്പോൾ എനിക്ക് ഫുൾ വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് എണീച്ച് ഒരു ശരിക്കുള്ള ലേബർ റൂം അല്ല, അല്ലാണ്ട് ഒരു ബെഡ് ഇട്ടിട്ടുള്ള ഒരു മോണിറ്ററിങ് ഒക്കെ ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, അവിടെയാണ് കിടക്കുന്നത്. അവിടെ ഒരു 4-5 ബെഡ് ഉണ്ടാവും. അങ്ങനെ അവിടെ പോയി കിടന്നു. പിന്നെയും എനിക്ക് ഇങ്ങനെ വൊമിറ്റിംഗ് സെൻസേഷൻ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ എല്ലാം പോയി, വന്ന് കഴിച്ച എല്ലാം പോയി. പിന്നെ ഞാൻ കുറച്ച് നേരം പി വി ചെയ്യാൻ തുടങ്ങി. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അന്നത്തെ ഡ്യൂട്ടി ഡോക്ടർ പി വി ചെയ്തു. ഞാൻ ആരോടും സഹകരിക്കുന്നുണ്ടായിരുന്നില്ല പി വി, കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പി വി ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ ബോഡി ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, അവർ റിലാക്സ് ചെയ്യും, ബോഡി ലിഫ്റ്റ് ചെയ്യില്ല, താടിയാൻ പറഞ്ഞ ഡോക്ടറെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അതൊരു റിഫ്ലെക്സ് പോലെ സംഭവിക്കുന്നതാണ്, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് പി വി ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴേ ഡോക്ടർ ഒന്ന് 2 സെൻറ്റിമീറ്റർ ഡയലേറ്റ് ആയിട്ടുള്ളൂ, ഒന്ന് ഓപ്പൺ ചെയ്തിട്ടില്ല, നമുക്ക് നോക്കാം എത്രത്തോളം. 10 സെൻറ്റിമീറ്റർ വരെ ഡയലേറ്റ് ആവണം നോർമൽ ഡെലിവറിക്ക്. ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ ഡയലേറ്റ് ആയിട്ടുള്ളൂ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കിടന്ന് ഐ തിങ്ക് ഞാൻ ഉറങ്ങി. ഒരു 2 മണിക്കൂർ 1 മണിക്കൂർ എന്നിട്ട് ഞാൻ ഉറങ്ങി. കുറച്ച് ഗ്ലൂക്കോസ് അപ്പോഴത്തേക്കും കയറ്റുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, എന്നെ ഓർമ്മയില്ല. ഗ്ലൂക്കോസ് കയറ്റുന്നുണ്ടെന്ന് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ബേബിയുടെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് മോണിറ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത് ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആ ഗ്ലൂക്കോസിൻ്റെ ബോട്ടിലേക്ക് ഇവർ മരുന്ന് ഇൻഡ്യൂസ് ചെയ്ത് തുടങ്ങി, പെയിൻറ്റ് മരുന്ന് ഇൻഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതുവരെ നൈസായിട്ടിരുന്ന ഞാൻ ആ ഒരു മരുന്ന് ഇൻഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. പെയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ, നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറം പെയിനാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ കുഴഞ്ഞു, കാരണം ഞാൻ ഫുൾ വൊമിറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ക്ഷീണം, അങ്ങനെ ഭയങ്കരമായിട്ട് കുഴഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എന്തോ കൊണ്ടുതന്നു, ഇടിയപ്പോ അങ്ങനെ എന്തോ കൊണ്ടുതന്നു. അമ്മയോ ശ്രീയോ ആരോ കൊണ്ടുതന്നു. അത് കുറച്ച് കഴിച്ചു, പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഫുൾ വൊമിറ്റ് ചെയ്തു. എന്ത് കഴിച്ചാലും വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെ ഈ സമയത്ത് എനിക്ക് പറയണം, അവിടെ പഠിക്കാനുണ്ടായ കുറച്ച് കുട്ടികളുണ്ടായി. ഒരു കുട്ടി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അവളെ എനിക്ക് നടുതടവി തന്നു, കാലടവി തന്നു. എൻ്റെ കൈ ഞാൻ പെയിൻ വരുമ്പോഴേക്ക് അവളെ കൈയാണ് മുറുക്കെ പിടിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. ആ കുട്ടി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. എനിക്ക് ഫുൾ പിടിക്കാനൊരു കൈയായിട്ട് ആ കുട്ടിയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ആ കുട്ടികൾ വരും, കുട്ടികൾ എൻ്റെ അടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അവർക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ടാവും ആസ് എ ഒരു ഗർഭിണീൻ്റെ അടുക്കുന്നത്. അങ്ങനെ അവർ കുറേ കാര്യങ്ങൾ ചോദിക്കും, അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഉത്തരം പറയണം, പെയിൻ ഉണ്ട്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ.
അതൊക്കെ കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് PV ചെയ്തുകൊണ്ടിരിക്കും. നേഴ്സുമാർ വരും, ഡോക്ടർ വരും. ഓരോ നേഴ്സ് വരുമ്പോൾ ഞാൻ പറയും ഇപ്പം ഡോക്ടർ ചെയ്തിട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഡോക്ടറല്ല, ഞാൻ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നേഴ്സും PV ചെയ്യും. അപ്പോഴൊക്കെ ഈ 2 സെൻറ്റിമീറ്റർ ആണ് ഡയലേഷൻ. അതിൻ്റെ അപ്പുറം ഡയലേറ്റ് ആവുന്നില്ല. അവർ വയറ് നോക്കിയിട്ട് പറഞ്ഞു ബേബി ഒട്ടും ഇറങ്ങി വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഞാൻ ഭയങ്കര പെയിനായി തുടങ്ങി. എനിക്ക് ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻ. അപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നു. ശ്രുതി, എല്ലാവർക്കും മുന്നേ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് ശ്രുതി. അവിടെയാണ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നത്, ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് ലേബർ റൂമിൽ കയറാം, ലേബർ റൂമല്ല, ആ ഒരു മോണിറ്ററിങ് റൂമിൽ കയറാൻ പറ്റുമായിരുന്നു. അവിടെ എല്ലാവരും അറിയുന്നുണ്ട്. അവൾ കയറി കുറേ അവൾ നല്ലോണം സപ്പോർട്ട് ചെയ്തു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അനശ്വരിയും വന്നിട്ടുണ്ടായിരുന്നു. അനശ്വരി ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റാണ്, അവളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉള്ളിൽ വന്നു. പിന്നെ ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ശ്രീനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല, നോർമൽ ഡെലിവറിക്ക് ഒന്നും വെയിറ്റ് ചെയ്യണ്ട, സൈൻ ഇട്ട് കൊടുക്കുക, സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാം പറഞ്ഞു ഇല്ല വെയിറ്റ് ചെയ്യും, നമുക്ക് നോർമൽ ഡെലിവറി ആകും, നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ ശ്രീനെ നോക്കിയിട്ട് അയ്യോ എനിക്ക് പറ്റില്ല, നീ വേഗം ഒപ്പിട്ട് കൊടുക്കുന്നത്. കാരണം ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. കാരണം ഒട്ടും പറ്റുന്നില്ല. ഒന്നാമത് വൊമിറ്റ് ചെയ്യുന്നു, അതിൻ്റെ ക്ഷീണം വേറെ. പിന്നെ പെയിൻ എന്ന് വെച്ചാൽ ഭയങ്കര പെയിൻ, സഹിക്കാൻ പറ്റാത്തൊരു പെയിൻ. അതുകൊണ്ട് എനിക്ക് പിന്നെ 2 സെൻറ്റിമീറ്റർ ആണ് ഡയലേഷൻ. അത് ഇത്രയും ടൈമായിട്ടും 2 സെൻറ്റിമീറ്ററിൻ്റെ ഡയലേഷൻ കൂടുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് കാര്യമില്ലല്ലോ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട്. എനിക്ക് എൻ്റെ ഒരു അറിവിൽ അങ്ങനെ കൂടുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ കൂടേണ്ടതാണ്. പക്ഷെ ഇത് എത്രയായിട്ട് കൂടുന്നില്ല. അപ്പോഴേ എനിക്കൊരു പ്രതീക്ഷ പോയി, നോർമൽ ഡെലിവറി ആവാൻ ചാൻസ് ഇല്ല എന്നുള്ളത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ സിസ്റ്റർമാരെയും ഞാൻ വിളിച്ചിട്ടുണ്ടാവും. സിസ്റ്ററെ എനിക്ക് കഴിയുന്നില്ല, സിസ്റ്ററെ എനിക്ക് ഛർദ്ദിക്കണം, സിസ്റ്ററെ എന്നെ ഒന്ന് ഓപ്പറേഷൻ ചെയ്യും സിസ്റ്ററെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ മാത്രമേ എന്നാണ് ഡെലിവറി ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാമെന്ന് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഒരുപാട് കരഞ്ഞ് വിളിച്ച് സിസ്റ്റേഴ്സൊക്കെ എന്നിട്ട് എന്താണ് ഇതൊന്നുമല്ല, ഇത്രയും കുറേ ടൈം ഉണ്ടാവും, 18 മണിക്കൂറൊക്കെ പെയിനുള്ള ആൾക്കാരുണ്ട്, നീ ഇങ്ങനെ ആയാലും വേദന തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ കുറേ സമാധാനിപ്പിക്കാൻ നോക്കും. പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ എൻ്റെ ഡോക്ടർ വന്നു, ഡോക്ടറും PV ചെയ്തു. ഡോക്ടറും പറഞ്ഞു 2 സെൻറ്റിമീറ്റർ അത്ര നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ 11 മണി കഴിഞ്ഞ് 1 മണിയായി. ഞാൻ ശ്രീൻ്റെ അടുത്ത് പറഞ്ഞു, മുന്നേ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു 1 മണി വരെ ഞാൻ നോക്കും, അതിന് ശേഷം ആവുന്നില്ലെങ്കിൽ ഒപ്പിട്ട് കൊടുക്കണം, എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ 1 o'clock ശ്രീ കയറി. ഞാൻ പറഞ്ഞു ശ്രീ പ്ലീസ് എന്നെ ഒന്ന് ഒപ്പിട്ട് കൊടുക്കാൻ മതി, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞാൻ. അങ്ങനെ ഡോക്ടർ ആ ടൈം ലഞ്ചിന് ഡോക്ടർ പോയി. അപ്പോൾ ഡോക്ടർ വന്നു 3 മണിക്ക് ഡോക്ടർ തിരിച്ചു വരുള്ളൂ. അതുവരെ നമുക്ക് നോക്കാം, എന്നിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ എനിക്കൊരു സമാധാനം. പിന്നെയും ഞാൻ 3 മണി വരെ ആ പെയിൻ അനുഭവിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു നിങ്ങൾ ഫുഡ് എങ്ങാറ്റും കൊടുത്തോ, കുറച്ച് കൊടുത്താൽ മതി, ഇൻ കേസ് ഓപ്പറേഷൻ ആണെങ്കിൽ ഫുഡ് കഴിക്കാൻ പാടില്ല, അപ്പോൾ കുറച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ വന്നിട്ട് കഞ്ഞിയും ചമ്മന്തിയോ എന്തോ തന്നു. അതും കുറച്ചേ കൊടുത്തുള്ളൂ, അതായത് അത്രയല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് അത് ഞാൻ വൊമിറ്റ് ചെയ്തു, ഫുള്ള് വൊമിറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം എനിക്കത് പറ്റുന്നില്ല. പിന്നെ എനിക്ക് ഇരിക്കുമ്പോൾ കുറച്ചും കൂടി പെയിൻ കുറവുണ്ട്. അപ്പോൾ ഇരിക്കുമ്പോഴത്തേക്ക് സിസ്റ്റേഴ്സ് വെച്ചാൽ ഇരിക്കാൻ പാടില്ല, കുട്ടിക്ക് ശ്വാസം മുട്ടും, നീ ഇരിക്കല്ലേ എന്ന് പറയും. അപ്പോൾ എനിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് പറയും ഞാൻ ഛർദ്ദിക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നതെന്ന് പറയും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി, ഭയങ്കര പ്രശ്നമായി. അങ്ങനെ 3 മണിക്ക് ഡോക്ടർ വന്നു. 3 മണിക്ക് ഡോക്ടർ വന്ന് ഡോക്ടർ എന്നെ PV ചെയ്തപ്പോൾ 2 സെൻറ്റിമീറ്റർ ഒരു ഡയലേഷനും ഇല്ല. വയറ് തൊട്ടിട്ട് പറഞ്ഞു ബേബി ഒട്ടും ഇറങ്ങി വന്നിട്ടില്ല, മുകളിൽ തന്നെയുള്ളത്. അപ്പം ഇനി വെയിറ്റ് ചെയ്തതിൽ കാര്യമില്ല. ഡോക്ടർ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടോ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല, വെറുതെ നമ്മളിങ്ങനെ ഓളോ അനുഭവിപ്പിച്ചിട്ട് കാര്യമില്ല, കുറേ നേരം അതിലേ സഹിക്കുന്നത്, നോർമൽ ആവാൻ ചാൻസ് ഇല്ല, നമുക്ക് സിസേറിയൻ ചെയ്യാം, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെയാണ് ലാസ്റ്റ് ശ്രീ സൈൻ ചെയ്തപ്പോൾ പിന്നെ എല്ലാം ചടപടേന്നായിരുന്നു. അവിടുന്ന് എണീക്കുന്നു, നേരെ കസേരയിലെ വീൽ ചെയറിലിരിക്കുന്നു, നേരെ ലേബർ റൂമിലേക്ക് മീൻസ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നു. അപ്പോഴത്തേക്കിനും ഞാൻ ഒരുമാതിരി എന്താ പറയുക കാറ്റ് പോയ ബലൂണ് പോലെയായി. അങ്ങനെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോന്നു.
സത്യം പറഞ്ഞാൽ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരുപാട് ആളെ ഞാൻ കണ്ടു. ഒരു വലിയ 2 സീനിയർ ഡോക്ടറും ഒരു ബോയ് നേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് പെൺകുട്ടികൾ നേഴ്സായിട്ടുണ്ടായിരുന്നു. ആ റൂം എങ്ങനെയാണെന്നോ എത്ര വലുതാണെന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അത്രയും എല്ലാം ഭയങ്കര ഇതായിരുന്നു. അപ്പം എന്നോട് അവർ അതിലോട്ട് കയറി കിടക്കാൻ പറഞ്ഞ് പിന്നെ 2 കൈ ഇങ്ങനെ നമ്മൾ ഈ ഒരു രീതിയിൽ കെട്ടിവെച്ചു. മീൻസ് കൈ അനക്കാണ്ടിരിക്കാനായിരിക്കാം. അപ്പോൾ ആദ്യം ചെയ്തത് അനസ്തേഷ്യ നമ്മളെ ബാക്കിൽ നട്ടെല്ലിൻ്റെ അവിടെ ഇങ്ങനെ കുത്തിവെക്കും. അപ്പോൾ നമ്മളൊന്നിങ്ങനെ ഇങ്ങനെ ഒരു ചെരിഞ്ഞിങ്ങനെ എന്താ പറയുക ചുരുങ്ങിക്കിടക്കണം. അങ്ങനെ ചുരുങ്ങിക്കിടന്നു. അപ്പോഴേ ഡോക്ടർ പറഞ്ഞു വീണ ഡോക്ടർ വരട്ടെ, അപ്പോഴത്തേക്കും നമുക്ക് അനസ്തേഷ്യ ചെയ്യാൻ മോള് പെയിൻ കൊണ്ട് ഇതാവുമല്ലേ ചെയ്യുന്നത്, വെയിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അനസ്തേഷ്യ ചെയ്തു. അപ്പം തന്നെ മലർന്ന് കിടക്കണം എന്ന് പറഞ്ഞു. ചെരിഞ്ഞ് കിടന്ന് ഇങ്ങനെ ഒന്ന് ബെൻഡായിട്ട് നട്ടലിന് അനസ്തേഷ്യ കുത്തി വെച്ച് അപ്പോൾ തന്നെ മലർന്ന് കിടക്കാൻ പറഞ്ഞു. അങ്ങനെ മലർന്ന് കിടന്നു. മലർന്ന് കിടത്തിയിട്ട് പിന്നെ കുറേ എന്തൊക്കെയോ ഇഞ്ചക്ഷൻ അടിയിലെല്ലാം കുത്തുന്നുണ്ട്, എനിക്കൊന്നും ഓർമ്മയില്ല. അങ്ങനെ ആ ഇഞ്ചക്ഷൻ എല്ലാം കുത്തി. പിന്നെ അപ്പോഴത്തേക്ക് ബീന ഡോക്ടർ വന്നു. ഓക്കെ, ബീന ഡോക്ടർ വന്ന് എന്താ പറയുക, പിന്നെ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു കർട്ടൻ വെക്കും. കാരണം താഴെ എന്താ നടക്കുന്നത് നമ്മൾ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കർട്ടൻ വെക്കും. ബീന ഡോക്ടർ നേരത്തെ തന്നെ നമ്മൾ വാട്ടർ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മോണിറ്ററിങ് റൂമിൽ നിന്ന് തന്നെ സിസേറിയനാണ് ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വാട്ടർ ബ്രേക്ക് ഒക്കെ ചെയ്ത് ആ ഇട്ട ട്യൂബില്ലേ കത്തീഡ്രലൊക്കെ എടുത്ത് അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അയ്യോ, അതൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ